ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ സൗഹൃദ സന്ദർശനം നടത്തി. സഭാ ആസ്ഥാനത്തെത്തിയ പരിശുദ്ധ പിതാവിനെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവും അഭിവന്യ കർദിനാൾ മാർ ആലഞ്ചേരി പിതാവും അഭിവന്യ മാർ സെബാസ്റ്റ്യൻ വാണിയാപുരയ്ക്കൽ പിതാവും വൈദിക ശ്രേഷ്ഠരും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു. മലങ്കര സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ഭക്തിസാന്ദ്രം ആചരിച്ചു വരുന്നു. ജാതിമതഭേദമന്യേ വിശുദ്ധ സഹദായുടെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് അനേകായിരങ്ങളാണ് ദേവാലയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത്. പുതുപ്പള്ളിപ്പള്ളി, ചന്ദനപ്പള്ളിപ്പള്ളി, പാലിയേക്കര പള്ളി, ബ്രഹ്മവാർ ഭദ്രാസനത്തിൽപ്പെട്ട ഇച്ചിലമ്പാടി സെന്റ് ജോർജ് തീർത്ഥാടന ദേവാലയം, പിരളശ്ശേരി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കാതോലിക്കേറ്റ് സിംഹാസന പള്ളി, മട്ടാഞ്ചേരി കൂനൻകുരിശ് പഴയ സുറിയാനി പള്ളി തുടങ്ങി പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളിലും എല്ലാ ദേവാലയങ്ങളിലും പെരുന്നാളിനോടനുബന്ധിച്ച് സെന്റ് ജോർജ് ഷ്രൈൻ എഴുന്നള്ളിക്കൽ ചടങ്ങ്, വെച്ചൂട്ടും പുതുനേർച്ച സദ്യയും ചെമ്പെടുപ്പും ചരിത്രപ്രസിദ്ധമായ പുതുപ്പള്ളി പൊന്നൻകുരിശ് എഴുന്നള്ളിപ്പും നടന്നുവരുന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും അഭിവന്യ പിതാക്കന്മാരും മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. വടക്കൻ പറവൂർ മാർത്തോമൻ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന ഊർഷ്ലേം പാത്രിയാർക്കീസ് ഭാഗ്യവാനായ അബ്ദുൽ ജലീൽ മാർ ഗ്രിഗോറിയോസ് ബാവായുടെ 343 ഓർമ്മ പെരുന്നാൾ പരിശുദ്ധ സഭ ഭക്തി പുരസരം ആചരിച്ചു. പാത്രിയാർക്കീസായിരുന്ന മാർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായുടെ വരവോടെയാണ് മലങ്കര സഭയും പാശ്ചാത്യ സുറിയാനി സഭയും തമ്മിൽ സംസർഗത്തിലാകുന്നത്. മാർ ഗ്രിഗോറിയോസ് ബാവ ധരിച്ച വസ്ത്രങ്ങൾ, ഒരു സ്വർണ്ണ കുരിശ്, ഒരു അരുളിക്ക എന്നിവ ഇപ്പോഴും വടക്കൻ പറവൂർ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധമായ അരുളിക്കയിൽ 12 ഭാഗങ്ങളാണുള്ളത്. അതിൽ 11 എണ്ണം വിശുദ്ധരുടെ തിരുശേഷിപ്പും മധ്യത്തിൽ 12ാമത്തെ വിഭജനത്തിൽ ക്രിസ്തുവിനെ ക്രൂശിച്ച കുരിശിൻ്റെ ഒരു ഭാഗവും അടങ്ങിയിരിക്കുന്നു. ഇവ പെരുന്നാൾ ദിനത്തിൽ ആചാരപരമായി പുറത്തെടുത്ത് വിശ്വാസികൾക്കായി പ്രദർശിപ്പിച്ചു. മാർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായുടെ പെരുന്നാൾ ഏപ്രിൽ 28 നിരണം പള്ളിയുടെ ഇലഞ്ഞിക്കൽ ചാപ്പലിലും ആഘോഷിച്ചു. ഇടുക്കി ഭദ്രാസന കേന്ദ്രമായ ചക്കുപള്ളം അരമന പള്ളിയിലും മാർ ഗ്രിഗോറിയോസ് ബാവായുടെ നാമത്തിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി കോട്ടയം മുട്ടമ്പലം മുനിസിപ്പൽ പബ്ലിക് ലൈബ്രറി ബൂത്തിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവല്ല നിരണം നോർത്ത് ശക്തിമംഗലം MDLP സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി നിർവഹിച്ചു. മർത്തുമറിയം വനിതാ സമാജം സിവിൽ സർവീസ് പരിശീലനത്തിന് സ്കോളർഷിപ്പ് നൽകുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭ മർത്തുമറിയം വനിതാ സമാജം സമർത്ഥരായ 10 പെൺകുട്ടികൾക്ക് സിവിൽ സർവീസ് പരിശീലനത്തിന് സാമ്പത്തിക സഹായം നൽകുന്നു. സ്കോളർഷിപ്പ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ 10 സ്ഥാനം ലഭിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ പരിശീലനത്തിനാവശ്യമായ സഹായം പൂർണ്ണമായും, തുടർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഫീസ് ഇളവും ലഭ്യമാക്കും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രമായ IAS ഹബ് അക്കാദമി വഴിയാണ് പരിശീലനം ലഭിക്കുന്നത്. ഡിഗ്രി ഫലം കാത്തിരിക്കുന്നവർക്കും പഠനം പൂർത്തിയാക്കിയവർക്കും സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. സ്കോളർഷിപ്പ് പരീക്ഷ മെയ് 12 ഞായറാഴ്ച 2 PM മലങ്കര സഭയുടെ വിവിധ സ്ഥാപനങ്ങളിൽ വെച്ച് നടത്തപ്പെടും. രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എക്സാം സെന്ററിന്റെ വിശദവിവരം നേരിട്ട് അറിയിക്കുന്നതാണ്. അപേക്ഷകൾ 2024 മെയ് 8 ബുധനാഴ്ച 5 PM മുൻപായി സമർപ്പിക്കേണ്ടതാണ്. മലങ്കര സഭയുടെ 1-ാം കാതോലിക്ക ബസേലിയോസ് പൗലോസ് പ്രഥമൻ മുറിമറ്റത്തിൽ ബാവായുടെ 111 ഓർമ്മ പെരുന്നാൾ ഭക്തിപുരസരം സഭ ആചരിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. MBC എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഡയറക്ടറായി ഡോക്ടർ ഉമ്മൻ മാമൻ നിയമിതനായി. മാനേജ്മെന്റ് പണ്ഡിറ്റ്, സോഷ്യൽ എഞ്ചിനീയർ, മെന്റർ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ചേർത്തല നൈപുണ്യ സ്കൂൾ ഓഫ് മാനേജ്മെന്റിലെ അക്കാദമിക് ഡീൻ, KVM ട്രസ്റ്റിൽ ഡയറക്ടർ, HRD, അങ്കമാലി നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ കോഴ്സ് ഡയറക്ടർ, മംഗളം ഗ്രൂപ്പ് ഓഫ് കൺസേൺസിൽ മാർക്കറ്റിംഗ് മാനേജർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നെതർലാൻഡ്സിലെ യൂട്രെക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാനേജ്മെന്റിൽ PhD, ബോംബെ ജംനാലാൽ
ബജാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ നിന്നും MBAയും കേരള സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ BAയും സ്വന്തമാക്കിയിട്ടുണ്ട്. അക്കാദമിക രംഗത്ത് ഇതിന് അപ്പുറമുള്ള വിവിധ മേഖലകളിലുമായി 4 പതിറ്റാണ്ടിലേറെ സമ്പന്നമായ അനുഭവ സമ്പത്ത് ഉള്ള അദ്ദേഹം കോട്ടയം ഭദ്രാസനത്തിലെ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇടവക അംഗമാണ്. റീഷ് കോർ എപ്പിസ്കോപ്പ ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് ഇനി മലങ്കര മൽപ്പാൻ. ഓർത്തഡോക്സ് സഭയുടെ മുൻ വൈദിക ട്രസ്റ്റിയും മുൻ വൈദിക സെമിനാരി പ്രിൻസിപ്പലും ഇപ്പോൾ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സഭാവക്താവുമായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ടിന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മലങ്കര മൽപ്പാൻ സ്ഥാനം നൽകി. മലങ്കര സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി റീഷ് കോർ എപ്പിസ്കോപ്പ എന്ന സ്ഥാനം നൽകി. വാഴിച്ചതിനോടനുബന്ധിച്ചാണ് മലങ്കര മൽപ്പാൻ സ്ഥാനവും നൽകിയത്. പാമ്പാക്കുടയിലെ പുരാതനമായ കോനാട്ട് കുടുംബത്തിൽ തന്റെ പിതാമഹന്മാരുടെ പിൻഗാമിയായിട്ടാണ് അദ്ദേഹം മലങ്കര മൽപ്പാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത് എന്നത് ചരിത്ര നിയോഗമാണ്. മലങ്കര സഭയുടെ ആരാധനകളും പ്രാർത്ഥനകളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ നേതൃത്വം നൽകുകയും അന്ന് സുറിയാനി ഭാഷ വൈദിക വിദ്യാർത്ഥികളെ അഭ്യസിപ്പിക്കുകയും ചെയ്ത മൽപ്പാന്മാരുടെ നിരകളിൽ പ്രതിനിധിയായാണ് ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം എത്തുന്നത്. സുറിയാനി ഭാഷാ പണ്ഡിതനായ അദ്ദേഹം സുറിയാനി പിതാക്കന്മാരെക്കുറിച്ചും ആരാധനാ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഗവേഷണം നടത്തുകയും നിരവധി ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും ഇതിനോടകം രചിച്ചിട്ടുമുണ്ട്. പാമ്പാക്കുട സെന്റ് ജോൺസ് എഫേസോസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വിശുദ്ധ കുർബാന മധ്യയാണ് ശുശ്രൂഷകൾ നടന്നത്. ആംഗ്ലിക്കൻ ആൻഡ് ഈസ്റ്റേൺ ചർച്ച് അസോസിയേഷൻ അംഗങ്ങൾ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായെ ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ സന്ദർശിച്ചു. അഭിവന്യ എബ്രഹാം മാർ സ്തേഫാനോസ് മെത്രാപ്പൊലീത്ത സംഘത്തെ അനുഗമിച്ചു. CMC ലുധിയാന BSc നഴ്സിംഗ് സ്പോൺസർഷിപ്പ് 2024 അപേക്ഷ ക്ഷണിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ BSc സ്പോൺസർഷിപ്പിന് അർഹരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. CMC ലുധിയാനയിലെ നഴ്സിംഗ് പ്രോഗ്രാമിന് അപേക്ഷകർ അവരുടെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കണം. ശരിയായി പൂരിപ്പിച്ച അപേക്ഷ, മാമോദിസ സർട്ടിഫിക്കറ്റ്, ഇടവക അംഗത്വ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം തപാൽ മുഖേന സമർപ്പിക്കണം. ജനറൽ സെക്രട്ടറി MGOCSM ഓർത്തഡോക്സ് സ്റ്റുഡൻറ് സെൻറ്റർ, കോളേജ് റോഡ്, കോട്ടയം 686-001 എന്ന വിലാസത്തിലും PDF ഫോർമാറ്റിലും mocsponsorship@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ മെയ് 15, 2024 മുൻപായി അയക്കേണ്ടതാണ്. PDF ഫോർമാറ്റിൽ സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. വന്യ ബർസ്ലീബി റംബാനെ കോർ എപ്പിസ്കോപ്പയായി സ്ഥാനാരോഹണം ചെയ്തു. മെയ് 1 രാവിലെ 6 മണിക്ക് തിരുവിതാംകോട് അരപ്പള്ളിയിൽ വെച്ച് നടന്ന ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. കേരളത്തിലെ ബിരുദ വിദ്യാഭ്യാസ രീതിയെ സമൂലമായി പരിഷ്കരിച്ചുകൊണ്ട് ആഗോള വിദ്യാഭ്യാസ ക്രമത്തോട് കിടപിടിക്കുന്ന രീതിയിൽ നൂതനവും ഗവേഷണോന്മുഖവും നൈപുണ്യ വികസനത്തിലധിഷ്ഠിതമായ MG സർവകലാശാലയുടെ പുതിയ ഓണേഴ്സ് ബിരുദ പഠന പദ്ധതിയെ പരിചയപ്പെടുത്താനും സംശയങ്ങൾ ദൂരീകരിക്കുവാനും കാതോലിക്കേറ്റ് കോളേജ് മെയ് മാസം 8 കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് മുഖാമുഖം സംഘടിപ്പിക്കുന്നു. ഈ അക്കാദമിക വർഷം മുതൽ പുതിയ ബിരുദ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായിരിക്കും ബിരുദതലത്തിൽ കോളേജിൽ ഉണ്ടാവുക. വിദ്യാർത്ഥികളുടെ അഭിരുചി അനുസരിച്ച് പഠിക്കേണ്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കുവാനും അതനുസരിച്ച് ബിരുദം കരസ്ഥമാക്കുവാനും സൗകര്യം പുതിയ ബിരുദ പാഠ്യപദ്ധതിയിൽ ഉണ്ടായിരിക്കുമെന്ന് പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് അറിയിച്ചു. പരുമല ആശുപത്രിയിൽ ഗൈനക്കോളജി സംബന്ധമായ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ക്യാമ്പ് തുടരുന്നു. മധ്യ കേരളത്തിലെ പ്രശസ്തരായ ഗൈനക്കോളജിസ്റ്റുകൾ 2024 മെയ് 15 വരെ നേതൃത്വം നൽകുന്ന ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യ കൺസൾട്ടേഷനോടൊപ്പം ലാബ്, റേഡിയോളജി സേവനങ്ങൾക്കും സർജറികൾക്കും 25% വരെ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്യുവാൻ 79025214747 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രഥമ ആശ്രമമായ ബദനി ആശ്രമത്തിൻ്റെ പുതിയ സുപ്പീരിയറായി വെരി റവറൻ തോമസ് OIC റംബാൻ നിയമിതനായി. മലങ്കര സഭയിലെ കാൻബറ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഇടവകയിൽപ്പെട്ട ശ്രീ ജേക്കബ് വടക്കേടത്ത് ഓസ്ട്രേലിയൻ തലസ്ഥാന പ്രദേശത്തെ ACTയെ പ്രതിനിധീകരിച്ച് സെനറ്റ് സീറ്റിലേക്ക് ഇന്ത്യയിലെ പാർലമെന്റിലെ രാജ്യസഭയ്ക്ക് തുല്യം ഓസ്ട്രേലിയൻ ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടു.
ഇത് ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ ഓസ്ട്രേലിയയിലെ ഏതെങ്കിലും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് സെനറ്റ് സ്ഥാനാർത്ഥിയായി മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ശ്രീ ജേക്കബ് വടക്കേടത്തിനും കേരളത്തിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഡെപ്യൂട്ടി സെക്രട്ടറിയായി ചുമതലയേറ്റ ശ്രീ കോശി ജോണിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.